വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ രാസലഹരി ഉപയോഗിച്ചില്ല എന്ന് രക്തപരിശോധനാ ഫലം. പിതൃമാതാവ് സൽമ ബീവിയെ കൊന്ന കേസിൽ പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അഫാന്റെ അമ്മയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പ്രതിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പങ്ങോട്ട് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റു കേസുകളുടെ കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ റിമാൻഡ് ചെയ്തതിനു ശേഷം തീരുമാനിക്കുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി പറഞ്ഞു. നിലവിൽ പാങ്ങോട് കേസിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യും. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റ് കേസുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതാണ്. ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാത്ത 23-കാരന്റെ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ വീട്ടാൻ കഴിയാത്ത കടബാധ്യതയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അഫാന്റെ രക്തപരിശോധനയിൽ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പരിശോധനാ റിപ്പോർട്ട് മെഡിക്കൽ സംഘം പോലീസിന് കൈമാറി. എന്നാൽ പ്രതി സ്ഥിരം മദ്യപാനിയല്ലെന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചില്ലെന്നുമാണ് പോലീസ് പക്ഷം. ആശുപത്രിയിൽ തുടരുന്ന പ്രതിയെ 2 ദിവസത്തിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ മാതാവ് ഷെമിയുടെ മൊഴി പോലീസ് ഇന്നും രേഖപ്പെടുത്തിയില്ല. കേസിൽ അമ്മയുടെ മൊഴി ഏറെ നിർണായകമാണ്. അമ്മയുടെ മൊഴി കൂടാതെ ഡിജിറ്റൽ തെളിവുകളാണ് കേസിൽ നിർണായകമാകുക. അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയത്. കടബാധ്യതയെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ പിതാവിന് പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ എല്ലാം താളം തെറ്റുകയായിരുന്നു. പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് അഫാൻ മുന്നോട്ടു പോയത്. പാണാവൂരിലെ കോളേജിൽ ബികോം പഠനം പാതി വഴിയിൽ നിർത്തേണ്ടിയും വന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.